എല്ലാവർക്കും നമസ്കാരം. പ്രാവിൻകൂട് ഷാപ്പ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ. വൈബ് ഡയലോഗുകൾ, വൈബ് സ്ക്രീൻ പ്ലേ, വൈബ് പടം. വൈബ് അല്ലാത്ത ചില നിമിഷങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സിനിമ എന്ന രീതിയിൽ നമുക്ക് ഈ സിനിമ എടുക്കാം. ക്ലീഷേകൾ ബ്രേക്ക് ചെയ്യുന്ന സിനിമ, അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. ബേസിലിൻ്റെ സ്ഥിരം ക്ലീശയായിട്ടുള്ള പ്രകടനത്തിൽ നിന്നും കുറച്ചൊക്കെ ഉള്ളൊരു മാറ്റങ്ങളുള്ള ഒരു സിനിമ കൂടിയാണ് പ്രാവിൻകൂട് ഷാപ്പ്. അതിൻ്റെ കൂടെ തന്നെ സൗബിൻ്റെ ഒരു പുതിയ രൂപം തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറേയധികം ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ ഭാഷ, അതായത് കൊച്ചി സ്ലാങ്ങിൽ നിന്നുകൊണ്ടിരുന്ന സൗബിൻ്റെ തൃശ്ശൂർ ഭാഷ നമുക്ക് കേൾക്കാം. നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫുൾ കാസ്റ്റ്, ആ ഒരു ഷാപ്പിലെ ടീമുകളെല്ലാം വൈബാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും അതിൻ്റെ സിനിമറ്റോഗ്രഫി ആണെങ്കിലും അതിൽ വരുന്ന ചെറിയ ചെറിയ തമാശകളാണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലീനായിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും തന്നെ പറയാനില്ല, അമ്മാതിരി രീതിയിലാണ് ട്രീറ്റ് ചെയ്യിക്കുന്നത്. സിനിമയിൽ നല്ല രീതിയിൽ ഇവർ പണം മുടക്കിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോട്ടുകൾ അവർ കഷ്ടപ്പെട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ബ്ലാസ്റ്റ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കഥ കുറച്ചും കൂടെ കുഴഞ്ഞു മറിഞ്ഞ രീതിയിലാണ് പിന്നെ പോകുന്നത്. അതായത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും, ഇതെന്തായി സംഭവിച്ചത്, ഇതിങ്ങനെ ആയിരുന്നോ എന്നൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് കുറച്ച് ഡ്രാഗ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വൈബ് വേറെ ലെവൽ. ആൻഡ് ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴും എനിക്ക് അത്ര ഒരു ക്ലോഷർ കിട്ടില്ല. പക്ഷേ വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സെറ്റ് പടമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടേനെ. കാരണം ഇവർക്ക് എത്ര നേരം വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോകാം. ഇത് കാര്യമായിട്ടൊന്നും വലിച്ചില്ല, പക്ഷേ ക്ലൈമാക്സ് പോർഷൻസ് കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സെറ്റായനെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ബാക്കിയൊക്കെ അടിപൊളി. ആ ഷാപ്പ് സെറ്റ് ചെയ്തേക്കുന്ന രീതി, അതുപോലെ തന്നെ ഷാപ്പിലെ ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതി, ബേസിലിൻ്റെ ക്യാരക്ടർ ഫോം ചെയ്തേക്കുന്ന രീതി, എല്ലാം വേറൊരു തലത്തിലൂടെയാണ് പോകുന്നത്. സൂക്ഷ്മദർശിനിയൊക്കെ ചെയ്ത് ബേസിൽ ഒരു സൈക്കോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് തോന്നുന്നത്. ബേസിലിന് പിന്നെ ഈ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇത്തരം വേഷങ്ങളിൽ പുള്ളിയെ തേടിയെത്തും. കാരണം ഇങ്ങനൊരു വേഷം വേറെ ആരിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് വരുമോ എന്നൊക്കെ എനിക്കറിയില്ല. ഏതായാലും ഈ വേഷം നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടറായിരുന്നു, തകർത്താടാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. പുള്ളി അത്യാവശ്യം വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, അത്രയും നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ബേസിൽ ഇനിയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് എടുക്കട്ടെ. കൊള്ളാം, പരിപാടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഈ നമ്മുടെ സിനിമ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇത്തരം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ സിനിമ കണ്ടപ്പോൾ ഒരു തൃപ്തി കിട്ടിയിട്ടുണ്ട്. ക്ലൈമാക്സ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തുക, സ്പോയിലർ ഇല്ലാണ്ട് പറയുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ കാണാം.